വെള്ളിയാഴ്ചയാണ് ദൗർഭാഗ്യകരമായ ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അന്ന് ഈ രണ്ട് സിസ്റ്റർമാരും റിമാൻഡിലായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നതും പുറലോകം അറിയുന്നത്. പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ നിമിഷം വരെ, ഇന്ന് രാവിലെ ഈ നിമിഷം വരെയും ആ രണ്ട് സിസ്റ്റർമാർക്ക് നീതി ഉറപ്പാക്കുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്. ഇവിടെ സംഭവിച്ചത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ആളെ കാണുകയും അവിടെ നിന്നും അതിനെ തുടർന്ന് ചോദിച്ച ചർച്ചകളിൽ ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമാകാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ ഇത് പോലീസ് കസ്റ്റഡിയിലല്ല ഇവരുള്ളത്, ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ വെള്ളിയാഴ്ച റിമാൻഡ് ചെയ്യും. സ്വാഭാവികമായും ഈ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ മാത്രമേ ഇവർക്ക് ജാമ്യം ലഭിക്കൂ. ആ ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. ആ ജാമ്യാപേക്ഷയിൽ മേൽ ജുഡീഷ്യറി, പ്രത്യേകിച്ച് അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി എടുക്കുന്ന തീരുമാനം എന്താണ്, അവിടേക്ക് റെയിൽവേ പോലീസിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ബാക്കി കോടതിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ഈ രണ്ട് സിസ്റ്റർമാർക്ക് നീതി ലഭ്യമാക്കാൻ എന്തു ചെയ്യണോ അതെല്ലാം BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും പാർട്ടിയുടെ കേന്ദ്ര ഘടകവും നീതി ലഭ്യമാക്കാൻ, അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് ഇനിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം BJP സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി, ഇന്ന് 3-ാമത്തെ ദിവസം, 3 ദിവസമായി ഞങ്ങൾ നിരന്തരമായി അവിടുത്തെ കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടും ഇവിടെ സിസ്റ്റർമാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് ഉടൻ തന്നെ അവർക്ക് നീതി ലഭ്യമാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഇന്നലെ അവരുടെ മൊഴിയിൽ ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഇനി പരിശോധിക്കേണ്ടത്. FIR ഇട്ടു. ആദ്യത്തെ ഒരു മൊഴി, പരാതിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR ഇടുക, കസ്റ്റഡിയിൽ കിട്ടുന്ന ഗതിയെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക. മജിസ്ട്രേറ്റിന് മുമ്പിൽ ആര് എന്തെന്നുള്ളത് പ്രശ്നമല്ലല്ലോ, മുമ്പിൽ കിട്ടുന്ന FIR-ലെ സെക്ഷൻസ് മാത്രമാണ് പ്രശ്നം. അതിന് BNS സെക്ഷൻ 143(3)യും അതുപോലെ ഈ മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4-ഉമാണ് ഇതിനകത്ത് FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മൊഴി വിശ്വസനീയമായി എടുത്താൽ അവിടെ റെയിൽവേ പോലീസാണ്, ലോക്കൽ പോലീസല്ല, റെയിൽവേ പോലീസാണ്. അപ്പോൾ ഈ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കൺവേർഷൻ നടന്നത്, ഈ കുട്ടികൾ ക്രിസ്ത്യാനികളാണ്, ഈ പെൺകുട്ടികൾ ക്രിസ്ത്യാനിസ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത് വരെ. അപ്പോൾ അവിടെ ഒരു കൺവേർഷൻ്റെ എലമെൻ്റ് ഇല്ല. 2, ഇവരെ ജോലിക്ക് കൊണ്ടുപോയതാണെന്നുള്ള എല്ലാ പ്രൂഫും അവരുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ എലമെൻറ്റും അവിടെ ഇല്ല എന്ന് ഇവരുടെ മൊഴിയിലൂടെ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് റെയിൽവേക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. അഡീഷണൽ റിപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഒരു ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂവിൽ എന്തു ചെയ്തു എന്ന് പോലും, എന്താണ് വിഷയം എന്ന് പോലും ഈ പറയുന്ന നേതാക്കന്മാരോട് എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു നോക്കി അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായി, അത് കുറ്റമാണ്. BJP എന്ത് കുറ്റമാണ് ചെയ്തത്? അവിടെ ആ രാജ്യം ഭരിക്കുന്ന, ആ സംസ്ഥാനം ഭരിക്കുന്ന BJP ആണ്. ആ സംസ്ഥാനം ഭരിക്കുന്ന BJP ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയുന്നത് ആ സിസ്റ്റർമാർക്ക് നീതി ലഭ്യമാകും. അത് ഞങ്ങളുടെ വാക്കാണ്, രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കാണ്, BJP സംസ്ഥാന കമ്മിറ്റിയുടെ വാക്കാണ്, കേന്ദ്ര സർക്കാരിൻ്റെ വാക്കാണ്. ആ സിസ്റ്റർമാർക്ക് നീതി ലഭ്യമാകും. അതിന് എത്ര സമയമെടുക്കുമെന്നുള്ളതൊരു ജുഡീഷ്യൽ പ്രോസസ്സാണ്. അവിടെ അവർക്ക് നീതിപൂർവമായ അന്വേഷണം, ആ സിസ്റ്റർമാർക്ക് നീതിപൂർവമായി അവർ നിരപരാധികളാണ് എങ്കിൽ അവർക്ക് നീതി ലഭിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനവും ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടുണ്ട്.